ഞാനൊരു ബ്രേക്കപ്പ് സ്റ്റോറി പറയട്ടെ. ഈ ഒരു സ്റ്റോറിയില്ലേ നിങ്ങൾ ഗേൾസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇന്നും ആരെങ്കിലുമൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്സ് ഉണ്ട്, നിങ്ങൾക്കും കേൾക്കാട്ടോ. അങ്ങനത്തെ ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. ഒരു പെൺകുട്ടി എല്ലാം വിട്ട് ഒഴിവാക്കി ഒരു ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ അവൻ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടാവും. സ്വന്തം വീട്ടുകാരെക്കാളും കൂടുതൽ ഇഷ്ടം ആ ഒരു ആൺകുട്ടിയോട് തോന്നിയതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. പക്ഷെ ഇറങ്ങിപ്പോയി ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴാണ് അറിയുന്നത് അവന് മറ്റൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ട്. റിലേഷനല്ല, അവന് വേറൊരു ഭാര്യ ഉണ്ടെന്ന്. ഓക്കെ, വേറൊരു ഭാര്യയും അതിൽ 2 പിള്ളേരും ഉണ്ടെന്ന്. സ്വന്തം അച്ഛനും അമ്മനെയും കുടുംബത്തെയും എല്ലാവരും വേണ്ടാന്ന് വെച്ചിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി ചെന്നിട്ട് അയാളും ചതിച്ചു എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കയ്യിലും കഴുത്തിലും കുറേ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അധ്വാനിച്ച സാധനങ്ങൾ മൊത്തം ഏതോ ഒരുത്തന്നെ തിന്നാൻ വേണ്ടി കൊണ്ടുകൊടുത്ത അവസ്ഥ എന്ന് പറയില്ലേ. കല്യാണം കഴിഞ്ഞ് വെറും 5 മാസമായിട്ടില്ല, അതിന് മുൻപാണ് അവളുടെ ഭാഗ്യത്തിന് അവനെ പൊക്കി. അപ്പോൾ അവള് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി ആ ഒരു പെൺകുട്ടിയെ ഞാൻ ഡയറക്റ്റ് കണ്ടു, സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു അവളും ഇതുപോലെ പെട്ടുപോയതാണ്, അവന് ഒരുപാട് ബന്ധങ്ങൾ വേറെയുണ്ട്, പല പെൺകുട്ടികൾ അവൻ്റെ ഈ ചതിയിൽ പെട്ടിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവള് പറയാം എനിക്കൊരു കുഞ്ഞ് ഉണ്ടാവേണ്ടി ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ കുഞ്ഞുണ്ടാവാത്തല്ലെങ്കിൽ ഞാൻ ഇപ്പം സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരുത്തൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്ന എത്ര നന്നായത്. ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരുന്നത് ഇത്രത്തോളം വിശ്വസിച്ച് എല്ലാം ഒഴിവാക്കി കൂടെ ചെന്നിട്ട് എങ്ങനെ എത്ര പെട്ടെന്ന് മനോഹരമായിട്ട് ചതിക്കാൻ പറ്റിയെന്ന്. ഈ ചിലരൊക്കെ എങ്ങനെയാണ് ഒരുപാട് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അത്രത്തോളം നമ്മളടുത്ത് സ്നേഹം കാണിക്കും, പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാലോ ഒന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. അവൾക്ക് ഇന്ന് ലൈഫിൽ ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങളുടെ സ്നേഹത്തിനും ഒന്നിനും വില തരാതെ ഞങ്ങൾ അധ്വാനത്തെ നീ ദൂർത്തടിച്ചിട്ട് ഏതോ ഒരുത്തിനു വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തല്ലേ, നിന്നിനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മകളില്ല എന്ന് ഉറപ്പിച്ചു. അവള് ഇപ്പം ഒരു എന്താ പറയുക ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നോട് പറയാം ചേച്ചി എൻ്റെ എനിക്ക് ലൈഫ് എന്ന് പറയാനില്ല, എൻ്റെ എല്ലാം കഴിഞ്ഞു. അവൾക്ക് 23 വയസ്സേ ഉള്ളൂ. എൻ്റെ 23-ാം വയസ്സിൽ ഞാൻ അച്ഛനും അമ്മയും കെട്ടിയ ഭർത്താവും എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായി, ആരുമില്ലാത്തവളായെന്ന്. എനിക്ക് അത് കേട്ടപ്പം തോന്നി ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ചതിക്കാനാണെങ്കിൽ ഇത്രത്തോളം ഒരാൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചൊരു ചതിക്കുന്നതായിരുന്നു. അവൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നെങ്കിലും ഇത് അവൻ്റെ ഒരു വല്ലാത്തൊരു ആവശ്യമായി. അവൻ്റെ ചതിയിൽ ഒരുപാട് പെൺകുട്ടി വീണിട്ടുണ്ട്, ഇനിയും വീഴാനും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളുടെ കൂടെ ഓവറായിട്ട് അടുക്കുമ്പോൾ അയാളെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് അയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. ഒരാൾ ഭ്രാന്തമായിട്ട് ഇതുപോലെ സ്നേഹിക്കരുത്. ഇതുപോലെ സ്നേഹിച്ച് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ തനി സ്വഭാവം മനസ്സിലാവുക. അപ്പം നഷ്ടപ്പെട്ട നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം കാണിക്കുന്ന സ്നേഹവും കാര്യമൊന്നും അപ്പം ഉണ്ടായെന്ന് വരില്ല, ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. നിങ്ങളെ ലൈഫാണ്, തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്ന് ശരിക്കും ആലോചിക്കുക, എടുത്ത് ചാടണോ വേണ്ടോ എന്നുള്ളത്.